സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ്. 2 നാൾ മാത്രം ശേഷിക്കെ നാമനിർദ്ദേശ പത്രിക നൽകാൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടമാണ്. വീണ ജോർജ്, KN ബാലഗോപാൽ, P രാജീവ്, രമേശ് ചെന്നിത്തല, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അമ്പലപ്പുഴയിൽ G സുധാകരനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വാശിയേറിയ പോരാട്ടം നടക്കുന്ന പേരാവൂരിൽ സണ്ണി ജോസഫും KK ശൈലജയും പത്രിക നൽകും. അതേസമയം റോഡ് ഷോകളും കുടുംബ സംഗമങ്ങളും നടത്തി കളം നിറയുകയാണ് സ്ഥാനാർത്ഥികൾ. ഗോപാൽ ശീലാസനൽ, നിതിൻ സേവ്യർ, ശരത് SS എന്നിവർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഗോപാൽ ശീലാസനിലേക്കാണ്. ഗോപാൽ, വളരെ കുറച്ച് സമയം മാത്രമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനുള്ളത്. ഇന്നലെ അവധിയായിരുന്നു. ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നു നേതാക്കൾ, സ്ഥാനാർത്ഥികൾ. തെക്കൻ മേഖല നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക നൽകാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പീക്കിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഗോപാൽ ശീലാസനൻ. അത് റിജിത്ത്, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ അത്യുന്നതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം കുറവാണ് അല്ലെങ്കിൽ ദിവസം കുറവാണ് എന്നതൊന്നും ഈ ഘട്ടത്തിൽ മുന്നണികൾ മുഖവിലക്കെടുക്കുന്നില്ല. അപ്പോഴും ഇന്നത്തെ ഒരു ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ അവധിയായിരുന്നു, നാളെയും അവധിയാണ്. അത് കൂട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം മാത്രം, ഇന്നും തിങ്കളാഴ്ചയും മാത്രമാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രമുഖരായ പല സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് BJP സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാനത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്ന നേമം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ 11 മണിക്ക് പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ദേശീയ നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് ഷോ ആയിട്ടായിരിക്കും അദ്ദേഹത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രനും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള V മുരളീധരനും ഇന്ന് തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇന്നേ ദിവസം തന്നെ പത്രികാ സമർപ്പണം നടക്കും. KB ഗണേഷ് കുമാർ കൊല്ലത്ത് ഇന്ന് പത്രിക, പത്തനാപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന KB ഗണേഷ് കുമാർ ഇന്ന് പത്രിക സമർപ്പിക്കും. അതിനോടൊപ്പം തന്നെ KN ബാലഗോപാൽ, PC വിഷ്ണുദാസ് തുടങ്ങിയ പ്രമുഖരെല്ലാവരും തന്നെ ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ കോന്നി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത്. സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മന്ത്രിയായിരുന്ന വീണ ജോർജും ഇന്ന് തന്നെയാണ് പത്രിക നൽകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുക. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ശരി, ഓക്കെ. തെക്കൻ മേഖലയുടെ ചിത്രം അത്തരത്തിലാണ്. ഇനി നമുക്ക് വടക്കൻ മേഖലയിലേക്ക് പോയാൽ ശരത് SS നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്, ഗുഡ് മോർണിംഗ്. വടക്കൻ മേഖലയിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പത്രിക സമർപ്പിച്ചു, നമ്മൾ കണ്ടതാണ്. ഇനി ഏതൊക്കെ പ്രമുഖർ ഇന്ന് പത്രിക നൽകും? വടക്കൻ മേഖലയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ്. കണ്ണൂർ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പേരാവൂരിലെ സ്ഥാനാർത്ഥികളായ KPCC സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതൊപ്പം CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഒപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് കണ്ണൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒപ്പം കോഴിക്കോടേക്ക് നോക്കുകയാണെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. BJPയുടെ കോഴിക്കോട് നോർത്ത് സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ്, അങ്ങനെ നിരവധി പേർ ഇന്നിപ്പോൾ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ്. ഒപ്പം പ്രധാനപ്പെട്ടത് കണ്ണൂരിലെ തളിപ്പറമ്പും പയ്യന്നൂരുമാണ്. കാരണം നമുക്കറിയാം, അവിടെ വിവിധ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് ഭീഷണിയായി നിൽക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ വിജിൽ മോഹൻ, ഒപ്പം കൊയ്യൻ ജനാർദ്ദൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വിവിധ സ്ഥാനാർത്ഥിയെ മത്സരത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമോ എന്നുള്ളത് നോക്കിക്കാണുന്നുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ 2 ദിവസം മാത്രമാണല്ലോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളൂ. ഈ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമോ എന്നുള്ള സംശയമുണ്ട്. ഒപ്പം പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കം കോൺഗ്രസിന്റെ ഒരു വിഭാഗം ശക്തമായി നടത്തുന്നുണ്ട്. അങ്ങനെ തർക്കങ്ങളുള്ള സ്ഥലങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് മലപ്പുറത്താണ്. മലപ്പുറത്തെ താനൂരിലും വള്ളികുന്നത്തും ഇത്തരത്തിൽ LDFന് സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നുള്ളതാണ്. താനൂരിൽ നേരത്തെ V അബ്ദുറഹ്മാനെയായിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പിന്നീട് അദ്ദേഹത്തെ തിരൂരിലേക്ക് മാറ്റിയതോടുകൂടി തന്നെ താനൂരിൽ ഇപ്പോൾ LDFന് സ്ഥാനാർത്ഥിയില്ല. ഒപ്പം വള്ളികുന്നും മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥിയായിട്ടില്ല. ഈ 2 സ്ഥലങ്ങളിൽ ഇപ്പോൾ LDF
RSS വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു പിടി സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ പോവുകയാണ്. സമയം കുറവായതോടുകൂടി തന്നെ ഒരു കൂട്ടം സ്ഥാനാർത്ഥികളാണ്, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇന്ന് പത്രിക നൽകാൻ പോകുന്നു. രാജീവ് ചന്ദ്രശേഖർ പത്രിക നൽകും, രമേശ് ചെന്നിത്തല പത്രിക നൽകും, ജി സുധാകരൻ പത്രിക നൽകും, KN ബാലഗോപാൽ പത്രിക നൽകും, മുഹമ്മദ് റിയാസ് പത്രിക നൽകും. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാനാർത്ഥികൾ, മന്ത്രിമാരൊക്കെ ഇന്ന് പത്രിക നൽകുന്നവരുടെ പട്ടികയിൽ ഉണ്ട്. ഇനി മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശം എങ്ങനെയാണ്, പത്രിക നൽകുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരാണ് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. നിതിൻ സേവ്യർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പത്രിക നൽകാനുള്ള നടപടികളിലേക്ക് പ്രധാന സ്ഥാനാർത്ഥികൾ കടക്കുന്നു. കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും വിമതശല്യമുണ്ട്. അവർ പത്രിക നൽകുമോ എന്നുള്ള ആകാംക്ഷ, രാഷ്ട്രീയ ആകാംക്ഷ ബാക്കിയാകുന്നു. നിതിൻ സേവ്യർ. ഗുഡ് മോർണിംഗ്. നിരവധി മന്ത്രിമാരടക്കം നിരവധി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് അത് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പത്രിക നൽകുന്നതാണ്. പ്രത്യേകിച്ച് ജി സുധാകരൻ പത്രിക നൽകിയതിനു ശേഷം വലിയ തോതിലുള്ള പ്രചാരണ പരിപാടികൾക്ക് ആരംഭം കുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരദേശ റോഡ് വഴി റോഡ് ഷോ നടത്താനടക്കം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു വിഭാഗം UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ ഇപ്പോഴും ജി സുധാകരന് ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജി സുധാകരന്റെ പ്രചരണമായിരിക്കും ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമാകുക. ഒപ്പം രമേശ് ചെന്നിത്തല ഹരിപ്പാട് ഇന്ന് പത്രിക സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ മാത്രം നിരവധി ആളുകൾ മന്ത്രി സജി ചെറിയാൻ അടക്കം ഇന്ന് പത്രിക സമർപ്പിക്കും. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി P രാജീവ് ഇന്ന് കളമശ്ശേരിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൻവർ സാദത്ത് MLA, റോജി M. ജോൺ MLA അടക്കമുള്ളവരും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒപ്പം മുൻ CPM MLA, നിലവിൽ BJPയുടെ സ്ഥാനാർത്ഥിയുമായ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഇന്ന് ഇടുക്കിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോട്ടയത്ത് നിരവധി സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ളവർ ഇന്നവിടെ PC ജോർജ്, ഷോൺ ജോർജ്, മോൻസ് ജോസഫ് അടക്കമുള്ളവർ ഇന്ന് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റ് നിരവധി സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരൊക്കെ തന്നെ വളരെ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ പ്രചാരണ പരിപാടികൾ വളരെയധികം വേഗത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവരൊക്കെ.